ഹായ് ഓൾ. ഈ ഒരു സെഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് സെലക്ഷൻ സോർട്ടിനെ കുറിച്ചിട്ടാണ്. ദ സെലക്ഷൻ സോർട്ട് അൽഗോരിതം സോർട്ട്സ് ആൻ അറേ ബൈ റിപ്പീറ്റഡ്ലി ഫൈൻഡിങ് ദ മിനിമം എലമെൻറ്റ് കൺസിഡറിങ് അസെൻഡിങ് ഓർഡർ ഫ്രം അൺസോർട്ടഡ് പാർട്ട് ആൻഡ് പുട്ടിങ് ഇറ്റ് അറ്റ് ദ ബിഗിനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മളൊരു റുട്ടീൻ ലൈഫിലൊക്കെ ചെയ്യുന്ന ഒരു സോർട്ടിങ് മെക്കാനിസം ആലോചിച്ചാൽ മതി നിങ്ങൾ. അതായത് ഇപ്പോൾ നമുക്കൊരു മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു അരേ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും ചെറുത് ഏതാണോ നോക്കും, അതിനെ ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുപോയിടും. സെയിം കോൺസെപ്റ്റ്. അതായത് സെലക്ഷൻ സോർട്ട് അൽഗോരിതത്തിൽ നടക്കുന്നത്, അതായത് ആ ഒരു അരയിലുള്ള ഏറ്റവും മിനിമം എലമെൻറ്റ് എവിടെയാണോ, ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാണ് നമ്മൾ കൂടുതലായിട്ടും ഇതെല്ലാം ഫോക്കസ് ചെയ്യുന്നത്, ഇപ്പോൾ അസെൻഡിങ് ഓർഡറിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ ഈ അരയിൽ ഏറ്റവും മിനിമം ആയിട്ടുള്ള എലമെൻറ്റ് ഏതാണെന്ന് അൺസോർട്ടഡ് പാർട്ടിൽ നോക്കിയിട്ട് അതിനെന്ത് ചെയ്യുക, അതിൻ്റെ ബിഗിനിങ് പൊസിഷനിൽ കൊണ്ടുപോയി വെക്കുക. അതാണ് ഇതിൻ്റെ അൽഗോരിതം. ദ അൽഗോരിതം മെയിൻറ്റെയിൻസ് 2 സബ് അറേസ് ഇൻ എ ഗിവൺ വേ. 2 സബ് അറേ ഉണ്ടാവും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദ സബ് അറേ വിച്ച് ഈസ് ഓൾറെഡി സോർട്ടഡ്, ഒന്ന് ചിലപ്പോൾ ഓൾറെഡി സോർട്ടഡ് ആയിട്ട് വരാവുന്ന അരേ ഉണ്ടാവുമല്ലോ. അതായത് നമുക്ക് തന്ന അരയിൽ സോർട്ടഡ് ഓട്ടോമാറ്റിക്കലി അത് സോർട്ടഡ് ആയിട്ട് ഇപ്പോൾ 1, 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഓൾറെഡി സോർട്ടഡ് ആണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. അതേപോലെ റിമൈനിങ് സബ് അറേ വിച്ച് ഈസ് അൺസോർട്ടഡ്. റിമൈനിങ് സബ് അറേ എന്താണ്? അൺസോർട്ടഡ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഏത് സോർട്ടിങ് അൽഗോരിതം യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് കുറച്ച് ഭാഗം സോർട്ടഡും കുറച്ച് ഭാഗം അൺസോർട്ടഡും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ഷൻ സോർട്ട് യൂസ് ചെയ്യാം. അതേപോലെ ഇൻസേർഷൻ സോർട്ടും യൂസ് ചെയ്യാം. പക്ഷേ ഇൻസേർഷൻ സോർട്ട് നമുക്കറിയാം കുറച്ച് എഫിഷ്യൻറ്റ് കുറവാണ്. അതിലേറെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് സോർട്ടിങ് അൽഗോരിതം ഉണ്ട്. അപ്പോൾ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മെമ്മറി കുറച്ച് യൂസ് ചെയ്തുകൊണ്ട്, ടൈം കുറച്ച് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന അൽഗോരിതം വേണം നമ്മൾ യൂസ് ചെയ്യാൻ. നമുക്ക് ഏത് അരേനെയും സോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് സോർട്ടിങ് ടെക്നിക്കും യൂസ് ചെയ്യാം. പക്ഷേ നമുക്ക് ലിമിറ്റഡ്, നമ്മൾ കുറേ കൺസ്ട്രെയിൻസ്, കോംപ്ലക്സിറ്റീസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയെല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ, അതിനെല്ലാം ഓവർകം ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഏത് യൂസ് ചെയ്യാൻ പറ്റും എന്നത് നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, നമ്മൾ ഓരോ സോർട്ടിങ് അൽഗോരിതം യൂസ് ചെയ്യാൻ. In every iteration of selection sort, the minimum element considering ascending order from the unsorted subarray is picked and moved to the sorted subarray. അപ്പോൾ എന്ത് ചെയ്യും? അൺസോർട്ടഡ് ആയിട്ടുള്ള അരേ നമ്മളെ കയ്യിലുണ്ട്, സോർട്ടഡ് പാർട്ടും ഉണ്ട് വിചാരിക്കുക. അപ്പോൾ അൺസോർട്ടഡ് ആയിട്ടുള്ള പാർട്ടിൽ നിന്ന് മിനിമം എലമെൻറ്റിനെ നോക്കിയിട്ട് എവിടെ കൊണ്ടുപോയി വെക്കും? സോർട്ട് ചെയ്തിട്ടുള്ള പാർട്ടിൽ കൊണ്ടുപോയി വെക്കും. ഈ അൽഗോരിതമാണ് സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ആദ്യം എക്സാമ്പിൾ നോക്കാം. സെലക്ഷൻ സോർട്ട് എന്ന് പറയുന്നത് ഫൈൻഡ് മിനിമം എലമെൻറ്റ്, സ്വാപ്പ് ഇറ്റ് വിത്ത് റെസ്പെക്റ്റീവ് പൊസിഷൻ. ആദ്യം മിനിമം എലമെൻറ്റ് ഏതാണെന്ന് കണ്ടെത്തുക, എന്നിട്ട് അതിനെന്ത് ചെയ്യുക? സ്വാപ്പ് ചെയ്യുക. അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് സ്വാപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ഇൻപുട്ട് 30, 10, 40, 20 ആണ് വിചാരിക്കുക. ഇൻഡെക്സ് എഴുതിയിട്ടുണ്ട് 0, 1, 2, 3 എന്നാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ എന്താ നോക്കുന്നത്? മിനിമം എലമെൻറ്റ് ഏതാണ് നോക്കും. മിനിമം എലമെൻറ്റ് ഏതാണ്? ഇൻഡെക്സ് 1ലുള്ള 10 ആണ് മിനിമം എലമെൻറ്റ്. അതിനർത്ഥം അത് ആരുമായിട്ട് സ്വാപ്പ് ചെയ്യണം? ഇൻഡെക്സ് 0വുമായിട്ട് 1 സ്വാപ്പ് ചെയ്യണം എന്ന് പറയും. അതാണ് ആരോ മാർക്ക് കാണിച്ചത്. അപ്പോൾ 10ഉം 30ഉം തമ്മിൽ എന്ത് ചെയ്യും? സ്വാപ്പ് ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ മിനിമം എലമെൻറ്റ് നോക്കുമ്പോൾ മിനിമം എലമെൻറ്റ് എവിടെയാണ് ഉള്ളത്? 3 എന്നുള്ള ഇൻഡെക്സിലാണ് ഉള്ളത് അല്ലേ? 20 ആണുള്ളത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ ഫസ്റ്റ് പൊസിഷൻ ഇപ്പോൾ ഓൾറെഡി നമുക്കറിയാം ഏറ്റവും മിനിമം ആയിട്ടുള്ളതാണ് ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഫസ്റ്റ് പൊസിഷനിൽ കൊണ്ടുവച്ചു. പിന്നെ അതിനെന്ത് ചെയ്യണ്ട? വീണ്ടും നമ്മൾ കമ്പാരിസൺ ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത് ആ ലിസ്റ്റിൽ, അൺസോർട്ടഡ് ആയിട്ടുള്ള ലിസ്റ്റിൽ ഇപ്പോൾ 10 എന്ന് പറയുന്നത് സോർട്ടഡ് ലിസ്റ്റിൽ നിൽക്കുന്ന ആളാണ്. ഇനി ആ ആളെ കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി 3 എലമെൻറ്റ്സിൽ ഏതാണ് മിനിമം നോക്കുമ്പോൾ 20 ആണ്. അപ്പോൾ 20 എവിടെ വരണം? രണ്ടാമത്തെ പൊസിഷനിൽ വരണം. അതായത് ഇൻഡെക്സ് 1ൽ വരണം. അപ്പോൾ അതിനെ സ്വാപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്? 10ഉം 20ഉം അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിയാണ്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ വീണ്ടും മിനിമം എലമെൻറ്റ് നോക്കുമ്പോൾ 30 ആണ് മിനിമം എലമെൻറ്റ് എന്ന് മനസ്സിലാവും. ആ 30ന് എന്ത് ചെയ്യും? നമ്മൾ 40യുമായിട്ട് സ്വാപ്പ് ചെയ്യുമ്പോൾ 30യും അതിൻ്റെ കറക്റ്റ് പൊസിഷനിലെത്തും. ഓട്ടോമാറ്റിക്കലി 40യും അതിൻ്റെ കറക്റ്റ് പൊസിഷനിലെത്തും. അപ്പോൾ നമുക്ക് കിട്ടുന്ന അരേ എന്ന് പറയുന്നത് 10, 20, 30, 40, അതായത് സോർട്ടഡ് ആയിട്ടുള്ള ഒരു അരേനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുക എത്ര ഇറ്ററേഷൻ ഉണ്ടാവുക? n ഇൻപുട്സ്, 4 ഇൻപുട്സ് ഉണ്ടെങ്കിൽ അവിടെ 3 ഇറ്ററേഷൻസ് ഉണ്ടാവും. n-1 ഇറ്ററേഷൻസ് ഉണ്ടാവും എന്ന് ഓർക്കാം. ഇനി അതിൻ്റെ അൽഗോരിതം നോക്കിക്കേ. ഫോർ i = 0, i <n, i++, അതായത് നമുക്ക് ഈ 4 എലമെൻസിനെയും റീഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് i = 0, 1, 2, 3 എന്നുള്ളതിന് ലൂപ്പ് ഇട്ടു. മിനിമം എലമെൻറ്റിനെ നമ്മൾ i ആക്കിയിട്ട് സെറ്റ് ചെയ്തു. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഒരു സോർട്ടിങ്ങിലും മിനിമം എലമെൻറ്റ് എടുക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. അപ്പോൾ അത് ഇവിടെയാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. പിന്നെ എന്ത് ചെയ്യണം? j = i+1, j <n, j++, അതായത് ഓരോ മിനിമം എലമെൻറ്റിനെയും കണ്ടെത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം?
കണ്ടെത്തണം ആദ്യം. അപ്പോൾ കണ്ടെത്താനുള്ള ലൂപ്പാണ് നമ്മൾ ആ ഉള്ളിൽ കൊടുത്തത്. എന്നിട്ട് അവിടെ എന്ത് നോക്കുക, അത് ആ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, ഓക്കെ ആണോ എന്ന്. ഇഫ് എ ഓഫ് ജെ ലെസ് ദാൻ എ ഓഫ് മിൻ, അതായത് മിനിമം എലമെൻറ്റും നമ്മളെ കയ്യിലുള്ള എലമെൻറ്റും തമ്മിൽ ലെസ്സർ ആണോ ഗ്രേറ്റർ ആണോ എന്നുള്ള കണ്ടീഷൻ നോക്കുക. അപ്പോൾ മിനിമം എലമെൻറ്റ് മിനിമം പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സ്വാപ്പിംഗ് നടത്തണം. ആ സ്വാപ്പിംഗ് ആണ് അവിടെ താഴെ കാണിച്ചിട്ടുള്ളത്. ടെമ്പററി എന്നുള്ളൊരു വേരിയബിളിലേക്ക് ആദ്യം ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള 10 എടുത്തിട്ട് 30ൻ്റെ പൊസിഷനിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ 30 ആദ്യം നമ്മൾ മാറ്റണം. അതിൻ്റെ ഒറിജിനൽ പൊസിഷനിൽ 30 മാറ്റിയാലല്ലേ നമുക്ക് 10 കൊണ്ടുപോയി വെക്കാനുള്ള സ്ഥലം കിട്ടുള്ളൂ. അപ്പോൾ ആ 30 താൽക്കാലികമായി മാറ്റുന്നതാണ് ടെമ്പററി. അപ്പോൾ ഇതുവരെ പറഞ്ഞ എല്ലാത്തിലും അങ്ങനെ കേട്ടോ, നമ്മൾ ഒരു കുറഞ്ഞ സമയത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആ വേരിയബിളിനെ താൽക്കാലികമായി മാറ്റി വെക്കുന്ന സ്പേസാണ് ടെമ്പററി വേരിയബിളായിട്ട് പറയുന്നത്. അപ്പോൾ ടെമ്പററിയിൽ നമ്മൾ എ ഓഫ് ഐനെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഈ 10 എന്നുള്ള വാല്യൂവിനെ ഈ 0 ഇൻഡെക്സിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ മിനിമം മറ്റേ വാല്യൂ, അതായത് നമ്മൾ ടെമ്പററിയിൽ കൊണ്ടുപോയി വെച്ച വാല്യൂവിനെ നമ്മൾ മറ്റേ പൊസിഷനിലും കൊണ്ടുപോയിട്ട് സ്വാപ്പ് ചെയ്യും. ആ സ്വാപ്പിംഗ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത്രയാണ് സെലക്ഷൻ സോർട്ടിൻ്റെ ഒരു അൽഗോരിതം വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ പ്രോഗ്രാമാണിത്. സെയിം നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെ. നമ്മൾ അറേ ഡിക്ലെയർ ചെയ്തു, n എലമെൻസിനെ റീഡ് ചെയ്തു, എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളതിനുള്ള സ്കാനഫ് കൊടുത്തു, പിന്നെ ഓരോ എലമെൻസിനും എൻ്റർ ചെയ്യാനുള്ള പ്രിൻ്റ് കൊടുത്തു, ഓരോ എലമെൻസിനെ അറേയിലേക്ക് റീഡ് ചെയ്തെടുക്കാനുള്ള ഫോർ ലൂപ്പും സ്കാനഫും കൊടുത്തു. എന്നിട്ട് സെലക്ഷൻ സോർട്ടിൻ്റെ ഒരു ഫംഗ്ഷൻ കൊടുത്തു. എന്നിട്ട് സോർട്ട് ചെയ്ത് കിട്ടിയ അറേ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു ഫോർ ലൂപ്പ് യൂസ് ചെയ്തിട്ട് ആ സോർട്ടഡ് അറേനെ നമ്മൾ പ്രിൻ്റ് ചെയ്യിക്കും. അപ്പോൾ അവിടെ സെലക്ഷൻ സോർട്ടിൻ്റെ ഫംഗ്ഷൻ വർക്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ്, അതായത് മിനിമം വാല്യൂ ഉണ്ടാവും, ഐ ഉണ്ടാവും, ജെ ഉണ്ടാവും, ടെമ്പ് ഉണ്ടാവും. എന്നിട്ട് ആ ലൂപ്പിൽ ഓരോ എലമെൻറ്റിനെയും കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർ ലൂപ്പ് ഇടും. അവിടെ മിനിമം വാല്യൂ ഐ ആയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ കമ്പാരിസൺ നടത്തും. ആ ഓരോ വാല്യൂവിനെ നോക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഫോർ ലൂപ്പ് ഇടുന്നത്. പിന്നെ നമ്മൾ കമ്പാരിസൺ നടത്തും. കമ്പാരിസൺ നടത്തുമ്പോൾ വാല്യൂ ഏറ്റവും മിനിമം വാല്യൂ അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ടെമ്പ് ഈക്വൽ ടു അറേ ഓഫ് ഐ, അറേ ഓഫ് ഐ ഈസ് ഈക്വൽ ടു അറേ ഓഫ് മിനിമം എലമെൻ്റ് ആക്കും. അറേ ഓഫ് മിനിമം എലമെൻറ്റിൽ നേരത്തെ നമ്മൾ ടെമ്പററി ആയിട്ട് കൊണ്ടുവച്ച സാധനത്തിന് കൊടുന്നിടും. അതായത് 30ഉം 10ഉം വരുമ്പോൾ 30നെ ടെമ്പററിയിലേക്ക് കൊണ്ടുപോയിടും, 10നെ 30ൻ്റെ പൊസിഷനിലേക്ക് കൊണ്ടുപോയിടും. ടെമ്പററിയിൽ സ്റ്റോർ ചെയ്ത് വെച്ച 30നെ 10 നിന്ന പൊസിഷനിൽ കൊണ്ടുപോയിടും. ആ 3 ഓപ്പറേഷനാണ് നടക്കുന്നത്. ടെമ്പററിയിലേക്ക് 30നെ കൊണ്ടുപോയിടും, അറേ ഓഫ് ഐയിലേക്ക് 10നെ കൊണ്ടുവരും, അപ്പോൾ ആ 10 നിന്ന പൊസിഷനിലേക്ക് ടെമ്പററിയിൽ നിന്ന് ആ 30നെ കൊണ്ടുവരും. അങ്ങനെയാണ് സ്വാപ്പിംഗ്, ആ 3 ഓപ്പറേഷൻസ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ സോർട്ട് വർക്ക് ചെയ്യുക.